അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു ദിവസത്തെ റെസ്റ്റിന് ശേഷമാണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റ് എടുത്തത്. ഞാനും കുഞ്ഞാവയും മാത്രമേ ഉള്ളൂ. ഹാരിസിക്കാണ് ഞങ്ങളെ കൊണ്ടുവിടാനായിട്ട് വന്നത്. ഈ ഒരു ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഞങ്ങൾ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലേക്കാണ്, ട്രിവാൻഡ്രത്തേക്ക്. എയർപോർട്ടിലേക്ക് എത്തിയപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ടായിരുന്നു. കൂടെ കുഞ്ഞാവയുടെ സ്കൂളിൽ പഠിക്കുന്ന കുറച്ച് കൂട്ടുകാരെയും കണ്ടത് കൊണ്ടിട്ട് അവളും ഹാപ്പി ആയിരുന്നു. ഒരു സപ്പോർട്ടിന് ആളിനെ എനിക്ക് കിട്ടിയോണ്ടിട്ട് എനിക്കും ഹാപ്പി ആയിരുന്നു. എന്തായിരുന്നാലും അഞ്ജുവിന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഞാനും കൊച്ചും ആദ്യമേ പോകുന്നത് നാട്ടിലേക്ക്. ഓക്കെ, എന്തായിരുന്നാലും ഫ്ലൈറ്റിലേക്ക് കയറി. കുഞ്ഞാവയ്ക്ക് വിൻഡോ സീറ്റ് വേണമെന്ന് പറഞ്ഞ് വിൻഡോ സീറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ പെട്ടി ലോഡ് ചെയ്യുന്നതൊക്കെ കണ്ട് കുഞ്ഞാവ എന്നെ ഹാപ്പിയാക്കി ഇരുത്തുമ്പോഴത്തേക്കാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഫ്ലൈറ്റിൻ്റെ വിൻഡോ ഒക്കെ മൊത്തത്തിലിരുന്ന് ഇളകിയിരിക്കുകയാണ്. ആൻഡ് നോ എനി എൻ്റർടൈൻമെൻറ്റ്, ഒരൊറ്റ എൻ്റർടൈൻമെൻറ്റ് പോലും ഇല്ല. 5.5 മണിക്കൂർ യാത്രയിൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. ഒരു കാര്യം പറയാമല്ലോ, ടേക്ക് ഓഫും ലാൻഡിങ്ങും പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി തലവേദനയായിരുന്നു. ഒരു ഏകദേശം ഒരു അരമണിക്കൂറോളം എടുത്ത് ഒന്ന് സെറ്റിലാവാനായിട്ട്, ഫ്ലൈറ്റ് ഒന്ന് സ്റ്റാൻഡ് ബൈ ആവാനായിട്ട് അമ്മാതിരി തലകറങ്ങായിരുന്നു, പറയാതിരിക്കാനും വയ്യ. ടേക്ക് ഓഫിനും അതുപോലെ തന്നെ ലാൻഡിങ്ങിലും അതേ ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നീ കുറച്ചു നേരം കിടന്നോ, കാരണം ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. അവൾ ചോദിക്കുന്നത് നേരെ താഴേക്ക് പോവുകയാണോ എന്നാണ് ചോദിച്ചത്. എനിവേ, എന്തായിരുന്നാലും ഫ്ലൈറ്റിൽ ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തത്. സാൻഡ്വിച്ചും ജ്യൂസും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് വൈകുന്നേരത്ത് ഞങ്ങൾ ലാൻഡ് ചെയ്തു. എന്തായിരുന്നാലും കൃത്യസമയത്ത് തന്നെ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരെ ലഗേജ് എല്ലാം എടുത്ത് എയർപോർട്ടിന് പുറത്തേക്ക് വന്നു. അപ്പോൾ ഉമ്മച്ചിയും വാപ്പച്ചിയൊക്കെ കണ്ടു. അവളും ഹാപ്പി. കുറച്ച് ദിവസം ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഉണ്ടാവും. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ യാത്രകൾ വേറെയുമുണ്ട്. കുറച്ച് ആവശ്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള കുറച്ച് അർജൻറ്റ് കാര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും രാത്രി വീട്ടിലേക്ക് എത്തി. ഇനി കുറച്ച് ദിവസം ട്രിവാൻഡ്രത്ത്.